بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശിഷ്യ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ ഗുണങ്ങളും സന്ദേശങ്ങളും ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളോടും ഉണർത്തുകയാണ്, ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരു പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മുടെ മക്കളെല്ലാം. മദ്രസയിൽ പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു, സ്കൂളിലും അതുപോലെ പരീക്ഷ വരാൻ പോവുകയാണ്. കുറേ കുട്ടികൾ ആശങ്കയിലാണ്, എന്താവും കുറേ പഠിക്കാൻ ഇനിയുമുണ്ടല്ലോ എന്നുള്ള ആശങ്ക, ടെൻഷൻ. ഇതൊന്നും വേണ്ട. സമാധാനപരമായിട്ട് ഇനി നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. ആ ഉള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ മതി. അള്ളാഹു എല്ലാ സമാധാനവും തന്ന് പരീക്ഷ വളരെ എളുപ്പത്തിൽ എഴുതി നല്ല മാർക്കുകൾ വാങ്ങാൻ റബ്ബായ അള്ളാഹ് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. അതോടുകൂടി പ്രിയപ്പെട്ട മക്കളെ, പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാനസികമായിട്ട് സമാധാനമുള്ളവരായി, എന്തായാലും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട്. കുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു തീരുമാനിക്കുന്നതാണ് സംഭവിക്കുക. എന്തായാലും അള്ളാഹു നല്ലതേ നമുക്ക് തീരുമാനിക്കൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാകണം. പരീക്ഷാ ഹാളിൽ പോകുന്നതിന് മുമ്പ് ആശങ്കകളെല്ലാം മാറ്റി സമാധാനത്തോടുകൂടി പരീക്ഷാ ഹാളിൽ കയറിയാൽ മാത്രമാണ് എല്ലാം ഓർമ്മയിരിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഒരു മാനസികമായിട്ട് നിങ്ങളെ ഒന്ന് സംതൃപ്തിപ്പെടുത്തി നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു ഉണർവും ശക്തിയും നൽകാൻ വേണ്ടിയിട്ട് സലഫുസ്വാലിഹീങ്ങളായ മുൻഗാമികളായ മഹത്തുക്കൾ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും തിരു ഹദീസുകളിൽ നിന്നുമൊക്കെ ധാരാളം ആയത്തുകളും ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മ കിട്ടാൻ, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. മഹാന്മാരായ ഇമാമിയങ്ങളുടെ ചരിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ പഠിച്ചിട്ട് ഒന്നും മനസ്സിലാവാത്ത ഇമാമിയങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. അവരൊക്കെ പിൽക്കാലങ്ങൾ വലിയ ഇമാമിയങ്ങളായത് അവർ ചെയ്തു വന്ന അവരുടെ ഗുരുത്വം, പൊരുത്തം, അള്ളാഹുർക്ക് പ്രത്യേകമായിട്ട് പിന്നീട് കൊടുത്ത കഴിവുകൾ, ഉസ്താദന്മാരുടെ ദുആകളൊക്കെ കിട്ടിയപ്പോൾ അവർ വലിയ ഉന്നതരായി. അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് സദാ മര്യാദയും കൂറുമുള്ളവരായി നമ്മൾ മാറണം. നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരായാലും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും അവിടുത്തെ എല്ലാവരോടും നമ്മളെ പഠനത്തിൻ്റെ കാലയളവിൽ നമ്മളെ സഹായിച്ച ഒരു കൂട്ടുകാരിയാണെങ്കിൽ പോലും നമ്മൾ അവരോട് റെസ്പെക്റ്റ് കാണിക്കണമെന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ നിദാനം. ഗുരുത്വമില്ലെങ്കിൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പരാജയപ്പെട്ടു പോകും ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ടത് പറഞ്ഞു വെച്ചത്. ചില കുട്ടികൾക്ക് ഹൈ ബ്രില്യൻ്റ് ആയിരിക്കും, പെട്ടെന്ന് എഴുതിയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും, പക്ഷെ ഭാവിയിൽ അവരെവിടെയും എത്തുന്നത് കാണാറില്ല. ചില കുട്ടികൾ വളരെ കുറഞ്ഞ ബുദ്ധിയും അങ്ങനെ പഠിക്കാൻ വളരെ കഴിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ സമൂഹത്തിന്റെ മുന്നിൽ വലിയ നിലവാരമുള്ളവരായി, സമ്പന്നരായി, വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നവരായി മാറും. അതൊക്കെ അവരുടെ ഗുരുത്വം കൊണ്ടാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതുപോലെ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ നമ്മുടെ വിജയത്തിന്റെ ഒരു കാരണം തന്നെയാണ്. അതോടൊപ്പം തന്നെ സലഫുസ്വാലിഹീങ്ങളായ മുൻഗാമികളായ സച്ചരിതരായ ഇമാമിങ്ങൾ വിശുദ്ധമായ ഖുർആന്റെ ചില ആയത്തുകൾ നമ്മളോട് നിത്യമായി ഓതാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓതുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? നമുക്ക് ആശങ്കയില്ലാതെ പരീക്ഷ ഹാൾ കയറാൻ പറ്റും. നമ്മൾ മറന്നുപോകുമോ എന്നുള്ള ഭയം അങ്ങ് മാറിക്കിട്ടും. പെട്ടെന്ന് ടെൻഷൻ, എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടും. പരീക്ഷാ സമയം അടുത്തു, എല്ലാ ആശങ്കകളും മാറാൻ, എല്ലാ ടെൻഷനുകളും മാറാൻ, മറന്നുപോയ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ദിക്റുകളൊക്കെ ചൊല്ലിയാൽ വളരെ ഉപകാരപ്പെടുമെന്ന് മഹത്തുക്കളായ സലഫുസ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയം 24 hours ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നല്ല, ഡെയിലി ഒരു സമയം എപ്പോഴെങ്കിലും ഒന്ന് രാവിലെ എഴുന്നേറ്റുന്ന ഉടനെ നിങ്ങൾ നിസ്കരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ദുആകളൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ചൊല്ലിയാൽ മതി. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട വിശുദ്ധമായ ഖുർആൻ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആയത്താണ് റബ്ബി സിദ്നി ഇൽമാ. ഇത് റബ്ബി സിദ്നി ഇൽമൻ, നബിയെ നിങ്ങൾ പറയണം വഖുൽ റബ്ബി സിദ്നി ഇൽമൻ എന്നാണ് എൻ്റെ ആയത്ത്. നമ്മൾ റബ്ബി സിദ്നി ഇൽമാ, എനിക്കുള്ള ഇൽമിനെ നീ അധികരിപ്പിച്ചു തരണേ അല്ലാ എന്ന് നമ്മൾ നിരന്തരം ദുആ ചെയ്യുക. ചെറിയൊരു ദുആ റബ്ബി സിദ്നി ഇൽമ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യം നിങ്ങളൊന്ന് ചൊല്ലിയിട്ട് പഠിക്കാൻ ബുക്കെടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല്, എന്നിട്ടൊരു ഫാത്തിഹ ഓത്,
എന്നിട്ട് റബ്ബി സിദ്നി ഇൽമ എന്നുള്ള ദുആ നിങ്ങൾ ചൊല്ല്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളിൽ പരീക്ഷയ്ക്ക് മനസ്സിന് സാന്നിധ്യവും ഉറപ്പും കിട്ടാവുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, എൻ്റെ തന്നെ നിരവധി അനവധി ഉസ്താദുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ആ സൂറത്ത് പതിവാക്കണം എന്ന്. വളരെ ഗുണമാണ് നമുക്ക്. സൂറത്ത് അലം നശ്റഹ് ലക സദ്റക് എന്ന ആ സൂറത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക്, ആ സൂറത്ത് പരിപൂർണമായിട്ടും 3 പ്രാവശ്യം നിങ്ങൾ ഓതി, നിങ്ങളുടെ കൈവെള്ളയിൽ ഊതി നിങ്ങളുടെ ഹൃദയത്തിൽ തടകിയാൽ ഒരു മനസ്സിനൊരു ബലം കിട്ടും, ഒരു ഉണർവ് കിട്ടും. സൂറത്തുൽ ഇൻഷിറാഹ് ഓതി നമ്മൾ 7 വട്ടം ഓതണമെന്ന് പറയുന്ന മഹത്തുക്കളുണ്ട്. അവ കഴിയുന്നവർ 3ഓ 7ഓ വട്ടം ഓതി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തിൽ തടവുക. ഇത് ഒരു വലിയ ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫാത്തിഹ ഓതി, റബ്ബി സിദ്നി ഇൽമ എന്ന ആയത്ത് ഓതി, നമ്മൾ പരിശുദ്ധമായ ഖുർആന്റെ അലം നശ്റഹ് ലക സദ്റക് എന്ന ആ സൂറത്ത് ഓതി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടയ്ക്കുന്ന സമയത്ത് ആദം നബി മലക്കുകളോടുമുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നമ്മെ പഠിപ്പിച്ചൊരു ആയത്തുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് ഉണർത്തുകയാണ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇത് ഓതുക. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരറിവുമില്ല തമ്പുരാനെ, ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തരാത്ത ഒരറിവും ഇല്ല എന്ന് പറയാണ്. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീ അറിവുള്ളവനും തന്ത്രജ്ഞാനിയുമാണല്ലോ അല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ആ ആയത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾ നിത്യമായിട്ടത് ഓതണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. അതുപോലെ തന്നെ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ എന്ന ആയത്ത്, വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ എന്ന ആയത്ത് നമ്മൾ നിരന്തരമായിട്ട് പാരായണം ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് ദുആകൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ എന്ന ദുആയും ഉസ്താദന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബൻ. ഇതൊക്കെ ഒറ്റവട്ടം നിങ്ങളൊന്ന് ചൊല്ലിയാൽ മതി നിങ്ങളുടെ ദുആയിൽ. താഴെ സ്ക്രീനിൽ നിന്ന് കാണാം ഈ ദുആകൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, പ്രയോജനപ്രദമായ ഇൽമിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ, നീ സ്വീകരിക്കുന്ന അമല്, വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബൻ, നല്ല ഭക്ഷണവും നല്ല സമ്പത്തും നല്ല സമൃദ്ധമായ ആഹാര അന്നപാനീയങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് എന്നാണ് അതിൻ്റെ ആയത്. അതുപോലെ തന്നെ ഈ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ചില ഇസ്മുകളെ ചേർത്തിണക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രതിഫലവും നല്ല ഓർമ്മശക്തിയും കിട്ടുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് യാ ഫത്താഹു യാ അലീം, യാ ഫത്താഹ് എല്ലാം തുറക്കുന്നവനെ, യാ അലീം എല്ലാം അറിയുന്നവനെ എന്നാണ്. അതൊരു 70 വട്ടം ചൊല്ലുന്നത് നല്ലതാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കും പഠിക്കാനുള്ള സമയം മൊത്തം പോയിട്ട് മൊത്തം ദുആ ചെയ്യാനാണോ? നേരെ ഉള്ളൊന്ന് ചിന്തിക്കരുത്. വളരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ടൈമിലൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കുക, റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. യാ ഹയ്യു യാ ഖയ്യൂം 41 വട്ടം ചൊല്ലണം എന്നാണ്. അതുപോലെ തന്നെ യാ ഹാദി യാ വദൂദ്, അല്ല സ്ക്രീനിൽ ഇത് കാണിക്കുന്നുണ്ട്, യാ ഹാദി യാ വദൂദ്, ഇത് 20 വട്ടം നിങ്ങളൊന്ന് ചൊല്ലണം, ഇത് ഒന്ന് പതിവാക്കണം. അതുപോലെ തന്നെ ഇൻഷാ അള്ളാഹ് ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് അതിൻ്റെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലൂടെ പഠിപ്പിച്ചു തരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒരു പേപ്പറിൽ എഴുതി കുറിച്ച് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കിയാൽ, ഇനിയുള്ള ദിവസങ്ങൾ അത് പതിവാക്കിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസവും. എൻ്റെ അധ്യാപകർ നമുക്ക് പഠിപ്പിച്ചെന്ന് നമുക്കൊക്കെ കിട്ടിയ നേട്ടങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഉന്നതമായ വിദ്യാഭ്യാസ മേഖലകളിൽ ആത്മീയവും ഭൗതികപരമായ എല്ലാ നിലയിലും ഉന്നതന്മാരായി നല്ല നിലയിൽ ഉയർന്നു വരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പരീക്ഷ കൊണ്ട് ഫുൾ എ+ കിട്ടിയത് കൊണ്ട് ഒരു പരിപൂർണ വിജയിയാകണമെന്നില്ല. നല്ല മനുഷ്യരാവുക, നല്ല കുട്ടികളാവുക, നന്മയുള്ളവരാവുക. നമ്മുടെ കലാലയങ്ങൾ മൊത്തം അഴിമതിയും ലഹരിയും ഒക്കെ അനാശാസ്യങ്ങളുമായിട്ട് ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ദുഃഖമുണ്ട്. അതിൽ നിന്നൊക്കെ പരിപൂർണമായിട്ട് മാറി നിന്നാൽ ഇൻഷാ അള്ളാഹ് ശോഭനമായ ഭാവി, ഐശ്വര്യമുള്ള നല്ല ജീവിതം, നല്ല കുടുംബം,
നല്ല സംവിധാനം അള്ളാഹു ഒരുക്കി തരും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.